ഞാൻ കാണിക്കാൻ പോകുന്ന BS3 വണ്ടി 2011 മോഡലാണ്. കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ ഇതേതാ മോഡൽ, 10-11 മോഡലാണ്. ഇപ്പോൾ കംപ്ലീറ്റ് റീസ്റ്റോർഡാണ് വണ്ടി. അപ്പോൾ വണ്ടി നാളെ ഡെലിവറി കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസ്, അപ്പം ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു BS3 സ്റ്റാൻഡേർഡിൻ്റെ ഒരു വീഡിയോസ് എടുക്കാൻ, അതായത് റൈഡ് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തേക്കുന്നതാണ്, പിൻ ടു പിൻ റീസ്റ്റോറേഷനാണ്. അപ്പം പുള്ളി എനിക്ക് തോന്നുന്നു ഒരു പക്ക ഒരു മോശം കണ്ടീഷനിലായിരുന്നു വണ്ടി. അപ്പം ഓക്കെ, ഫുൾ എൻജിൻ ബ്ലാക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ, അതായത് എങ്ങനെയാണ് BS3 സ്റ്റാൻഡേർഡ്, അതായത് നമ്മൾ ഫസ്റ്റ് ജെൻ സ്റ്റാൻഡേർഡ്. അപ്പം ഞാൻ ക്ലാസിക്കിൻ്റെ വീഡിയോ ഒന്നര ഇട്ടിരുന്നു. അപ്പോൾ ക്ലാസിക്ക് ആവശ്യമുള്ളവർ ആ വീഡിയോ പോയി കാണുക. ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ വണ്ടി. അപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. വണ്ടി ബാറ്ററി കുറച്ച് വീക്കാണ്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്യാനുണ്ട്. ഓടി ചൂടാക്കിയിട്ട് വേണം ട്യൂൺ ചെയ്യാൻ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറക്കിയത്, മഴയില്ലാത്ത സമയം നോക്കിയിട്ട്. ഓടി ചൂടാക്കിയിട്ട് വേണം നമുക്ക് ട്യൂൺ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഇതൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഓടിച്ച് മാസങ്ങളോളം നിർത്തിയിട്ട വണ്ടിയാണ്. ഹെൽമെറ്റിൻ്റെ ഉള്ളിലാണ് മൈക്ക് വെക്കുന്നത്, അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു വിഷയം ഉണ്ടാവും കേട്ടോ. ബ്രീത്തിങ് നോയ്സൊക്കെ കേൾക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അത് ബാറ്ററി വീക്കാണ്. ബാറ്ററി മാറ്റണം. നിർത്തിയിട്ടൊരു ബാറ്ററി കംപ്ലൈൻ്റ് ആയിപ്പോയി. അതാണ് സ്റ്റാർട്ടിങ്ങിന് ഇത്രയും കിക്ക് ചെയ്യേണ്ടി വന്നത് കേട്ടോ. ഓടിക്കഴിഞ്ഞ് വന്ന് കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയം കഴിയും. ഫസ്റ്റ് റോഡിലേക്ക് ഇറക്കുകയാണ്. പഴയ ഒരു മീറ്ററിൻ്റെ ആ ഒരു വർക്കിംഗ് ഇളകിക്കൊണ്ട് ഇങ്ങനെ പതുക്കെ കയറുന്ന ഒരു രസമാണത് കാണാൻ. അപ്പോൾ BS3 സ്റ്റാൻഡേർഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇപ്പോഴും നിലവിൽ. BS6 സ്റ്റാൻഡേർഡ്, ഈ സ്റ്റാൻഡേർഡ് എന്നല്ല, ES സെൽഫ് സ്റ്റാർട്ട്, ES വരുന്നുണ്ട്, KS വരുന്നുണ്ട്. അതൊക്കെ സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഇത് ആ ഒരു പഴയ ഒരു ഹാൻഡിൽ ബാർ, നമ്മൾ ആ ഒരു സിനിമയിലൊക്കെ കാണുന്ന മമ്മൂട്ടി മോഹൻലാലൊക്കെ ആ ഒരു മസിൽ പിടിച്ച് പോണ പ്രതീതിയുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ് ഇതിന് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ബാറിൻ്റെ
ബാറിൻ്റെ വെയിറ്റ് ഇല്ല എന്നുള്ളൂ. അതിന് ചെറിയൊരു മൈനസ് ഉണ്ടാകും. കാരണം നമ്മൾ വൈബ്രേഷൻ, ഹാൻഡിൽ ബാറിൻ്റെ വൈബ്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരിധി വരെ ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ വെയിറ്റ് ഹാൻഡിൽ ബാറിൻ്റെ എൻഡ് വെയിറ്റ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ പഴയ ഇതിലേക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പഴയ മോഡൽ ഹാൻഡിൽ ബാർ ആക്കണം നിർബന്ധ ആളുകൾ പഴയ ഒരു ക്ലാസിക് അല്ലെ പഴയ ക്ലാസിക് 500ൻ്റെ ഹാൻഡിൽ ബാർ വെച്ചാൽ മതി. കറക്റ്റ് ഈ ഒരു പൊസിഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ബാറിൻ്റെ വെയിറ്റ് കൊടുക്കാനും പറ്റും. അപ്പോൾ റോയൽ എൻഫീൽഡ് സി ഐ എഞ്ചിൻ സ്റ്റാൻഡേർഡിൽ നിന്ന് എൻ്റർ ചെയ്തിട്ടുള്ള നമ്മളെ മനസ്സിലൊക്കെ ചെറുകളിലൊക്കെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്ന ഒരു നാമം കേൾക്കുന്ന സമയത്ത് ആദ്യം ഓടിയെത്തുന്ന രൂപം റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൻ്റെയാണ്. അത് വേറെ ഒരു വാഹനത്തിനും അത് അവകാശപ്പെടാൻ കഴിയില്ല. റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്ന ആ ഒരു രൂപം ബുള്ളറ്റ്, അത് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ആ ബുള്ളറ്റിൻ്റെ സി എഞ്ചിനിൽ നിന്നും, അതായത് കാസ്റ്റ് ആൻഡ് എഞ്ചിനിൽ നിന്നും UC എഞ്ചിനിലേക്ക് കയറിയപ്പോൾ ഉണ്ടായ ഫസ്റ്റ് ജെൻ വണ്ടിയാണത്. അപ്പോൾ ഇതൊക്കെ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ആ ഒരു എൻജിൻ്റെ ടോർക്ക് കാര്യങ്ങളൊക്കെ ശരിക്ക് വണ്ടി ഓടി ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടി, ഈ കിലോമീറ്റർ കാണിക്കുന്ന 87,000 പക്ഷേ 87,000 ഒന്നും ആയിരിക്കില്ല വണ്ടി ഓടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഈ ഒരു ഇതിലിങ്ങനെ പോകാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ കാർബറേറ്റർ ട്യൂൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം. ഒരു 30-35 സ്പീഡിൽ നമ്മൾ പൊട്ടിച്ചിങ്ങനെ പോകാൻ പറ്റിയ ഒരു സംഗതിയാണ്. പിന്നെ ഇതിന് ഇപ്പം നിലവിൽ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റാണ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ ഒറിജിനൽ എക്സോസ്റ്റ് വെക്കണം. കാരണം ചില ആളുകളോട് ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്ക് ഈ ബുള്ളറ്റിൻ്റെ സൗണ്ട് വേണം. സൗണ്ട് ഇല്ല എങ്കിൽ എക്സോസ്റ്റ് നോട്ട് ഇല്ലാതുള്ള വണ്ടി ബുള്ളറ്റല്ല. പിന്നെ ഒരു പരിധി വരെയൊക്കെ എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ കാറ്റലിക് കൺവേർട്ടർ ഒന്നും ശരിക്കും ഈ സൈലൻസറിൻ്റെ ഉള്ളിൽ വരുന്നില്ല, അതിൻ്റെ ബെൻറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പം ഒരു മിതമായിട്ടുള്ള ശബ്ദം അനുവദിക്കാം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അതിൽ കാർബൺ മോണോക്സൈഡ് ഫിൽറ്ററിങ്ങിൻ്റെ യാതൊരു സിസ്റ്റവും സൈലൻസറിൻ്റെ ഉള്ളിൽ വരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം നമ്മൾ പൊളിച്ച് നോക്കിയതാണ്. ഈ ഇപ്പോഴുള്ള വണ്ടിയിൽ വരുന്നുണ്ട്. നല്ല കൺവേർട്ടർ കിടക്കുന്ന സൈലൻസറിനുള്ള ബെൻറ്റിലാണ്. അപ്പോൾ ബുള്ളറ്റ് എന്ന ഇത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ എക്സോസിനോട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ബുള്ളറ്റ് എന്നുള്ളത് എപ്പോഴും സ്റ്റാൻഡേർഡ് കൊണ്ടുനടക്കുമ്പോഴാണ് നമുക്ക് ആ ബുള്ളറ്റ് കൊണ്ടുനടക്കുന്ന ഫീല് കിട്ടുന്നത്. അല്ല ക്ലാസിക് കൊണ്ടുനടക്കുമ്പോൾ ബുള്ളറ്റ് എന്നുള്ള ഒരു ഫീല് കിട്ടില്ല. ഇത് നമ്മൾ ആ ഒരു മസിൽ പിടിച്ച് നല്ല നെഞ്ചും വിരിച്ചിട്ട് ആ യാത്ര ചെയ്യുന്ന ആ ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് UC സ്റ്റാൻഡേർഡ് പഴയ മോഡൽ വണ്ടി. കിക്ക് സ്റ്റാർട്ടാണ് എന്നുള്ള ഒരു മൈനസുള്ളൂ. പിന്നെ നമുക്ക് പഴയ മോഡലിന് ഏറ്റവും കൂടുതലായി 2010 12 ഇറങ്ങിയിട്ടുള്ള വണ്ടികൾ പെട്ടെന്ന് സെൽഫ് സ്റ്റാർട്ട് ആക്കണം തോന്നിക്കഴിഞ്ഞാൽ ആക്കാൻ പറ്റിയ വണ്ടിയും കൂടെ ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയ ചിലവിലാക്കാൻ പറ്റിയതാണ്. കാരണം ഫിറ്റിങ്സൊക്കെ ഒരുവിധം ഫിറ്റിങ്സൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഓക്കെയാണ് അതിൽ. കാരണം സെൽഫ് സ്റ്റാർട്ട് ഫിറ്റ് ചെയ്യാൻ എൻ്റെ പിന്ന് വരെ 1 വേ ക്ലച്ച് ഡബിൾ ഗിയറിൻ്റെ പിന്ന് വരെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ഫസ്റ്റ് വന്ന വണ്ടി. അല്ലാത്ത വണ്ടിയൊക്കെ എഞ്ചിന് വെച്ച് പിന്നൊക്കെ ഇടേണ്ടി വരും. ഡബിൾ ഗിയറിൻ്റെ പിന്നൊക്കെ നമ്മൾ വേറെ വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പം നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ആക്കണം. നമുക്ക് വണ്ടി UC ഇപ്പം അതേമാതിരി ES എന്ന ഒരു സ്റ്റാൻഡേർഡ് വണ്ടി ആ ഒരു രീതിയിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പഴയ മോഡൽ BS3 സ്റ്റാൻഡേർഡ് എടുക്കുക, സെൽഫ് സ്റ്റാർട്ട് കയറ്റുക, ഡിസ്പ്ലേ കയറ്റുക. അടിപൊളി, ഒന്നും നോക്കാനില്ല. കാരണം ടെൻഷനില്ല. നമുക്ക് എല്ലാ ഒരു സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബെനിഫിറ്റ് കിട്ടി, ഡിസ്പ്ലേക്കിൻ്റെ ബെനിഫിറ്റ് കിട്ടി. അതേമാതിരി സ്റ്റാൻഡേർഡിൻ്റെ എല്ലാവിധ യാത്രാസുഖങ്ങളും, സ്റ്റാൻഡേർഡിൻ്റെ ഒരു ലോ എൻഡ് ടോർക്കിലുള്ള യാത്രൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടിക്കും ആ ഒരു ഇത് അവകാശപ്പെടാൻ കഴിയില്ല. ഏതൊരു വണ്ടിക്ക് അവകാശപ്പെടാൻ കഴിയത്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ തനതായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ട്, ഇതൊക്കെ നമ്മൾ BS3 കൂടുതലായിട്ട് അനുഭവിച്ചറിയാൻ കഴിയുക. പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് BS4 സൈലൻസർ BS3 വെച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. BS3 സൈലൻസർ മാറ്റുന്ന സമയത്ത് അത് ബെൻഡും കൂടി അരക്കി മാറ്റിക്കളയാട്ടെ, എന്നാലും കറക്റ്റായിട്ട് എക്സോസ്റ്റ് നോട്ട് കിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് BS3 സൈലൻസർ വയ്ക്കുന്ന ആളുകൾ, BS4 BS3 സൈലൻസർ വയ്ക്കുന്ന ആളുകൾ
കുറച്ചുകൂടി സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് BS സൈലൻസർ വെക്കുന്നതെങ്കിൽ BS സൗണ്ട് കിട്ടിക്കോണമെന്നില്ല. കാറ്റലിക് കൺവേർട്ടർ അടങ്ങുന്ന BS സൈലൻസറിൻ്റെ ബെൻഡും കൂടെ മാറ്റിയാലേ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റിലെ ശബ്ദം കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് ചോദിച്ചതിന് ഒരു ആൻസർ ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു BS3 വണ്ടി എടുത്തിട്ട് സ്റ്റാൻഡേർഡ് എടുത്തിട്ട് സെൽഫ് സ്റ്റാർട്ട് ആക്കാൻ, ഡിസ്ക് ബ്രേക്ക് ആക്കാം. ഡിസ്ക് ബ്രേക്കിന് വരുന്ന അസംബ്ലി എന്ന് പറഞ്ഞാൽ 8500 രൂപയാണ് അസംബ്ലിക്ക് വരുന്നത്. അത് പിന്നെ ബാക്കി ഇൻസ്റ്റാളേഷൻ ചാർജ്. ഫോർക്ക് ട്യൂബ് മാറ്റണമെന്ന് നിർബന്ധമില്ല. ഫോർക്കിൻ്റെ ട്യൂബ് മാറ്റാതെ നമുക്ക് ഡിസ്ക് വളരെ വൃത്തിയായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞല്ലോ, നമുക്ക് സെൽഫ് സ്റ്റാർട്ടും ഫിറ്റ് ചെയ്തിട്ട് വണ്ടി ഉപയോഗിക്കാവുന്നതാണ്. BS3 വണ്ടി വലിയ ചെലവില്ലാത്ത രീതിയിൽ നമുക്ക് BS3യും സെൽഫ് സ്റ്റാർട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം, സെൽഫ് സ്റ്റാർട്ട് വെക്കുന്നത്. പിന്നെ റീസ്റ്റോറേഷൻ കോസ്റ്റ് നിങ്ങൾക്കൊരു പുത്തൻ വണ്ടി മാതിരി ആക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഞാനിപ്പോൾ കാണിച്ച വണ്ടിക്ക് ചിലവായേക്കുന്ന 43,000 ആണ്. അപ്പം 43,000 എന്ന് പറഞ്ഞാൽ പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ഒരുപാട് സാധനങ്ങൾ മാറ്റേണ്ടി വന്നിട്ടും തുരുമ്പിടിച്ച് നശിച്ച് പോയിട്ടുള്ളതും പിന്നെ ഉപയോഗിക്കാതെ വെച്ചിട്ട് പിന്നെ വീലിൻ്റെ റിമ്മുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കീ സെറ്റ്. അതുകൊണ്ടാണ് സാധാരണ ഇതിൽ ഇതിന് റീസ്റ്റോറേഷൻ കോസ്റ്റ് വരുന്നത് 25,000 ആണ്. 25,000 നിങ്ങളൊരു നോർമൽ വണ്ടിക്ക് അതായത് ആക്സറീസ് ആയിട്ട് പിന്നെ ഒന്നും, അതായത് കോസ്മെറ്റിക് ഐറ്റംസിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭംഗി വരുത്തുന്ന സംഗതികൾ, ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ്ലൈറ്റ്സ്, അതുമാതിരി ടയറ് കാര്യങ്ങൾ ഒക്കെ കുഴപ്പമില്ലാത്തതാണെങ്കിൽ, സീറ്റ്, ഇതൊക്കെ പെയിൻറ്റിങ്ങിൽ പെടാത്ത വിഷയങ്ങളാണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം വൃത്തി 25,000 രൂപയ്ക്ക് നല്ല, അതായത് കമ്പനി ഫിനിഷിങ് റീസ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ ഒരു പുത്തൻ വണ്ടി എന്ന നിലക്ക് വേണം റീസ്റ്റോർ ചെയ്യാൻ വണ്ടി ഇറക്കുക. അപ്പോൾ റിമ്മൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത്, റിമ്മൊക്കെ പുതിയ സ്പോക്സ് ഇട്ട് സെറ്റ് ചെയ്തിട്ട് 25,000 റീസ്റ്റോർ ചെയ്ത് വണ്ടി പുറത്തിറക്കാൻ പറ്റും. അപ്പോൾ ഇത് വന്നിരിക്കുന്ന ഒരുപാട് പാർട്സുകൾ മാറ്റേണ്ട ആവശ്യം വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ 43,000 പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് BS3 സ്റ്റാൻഡേർഡിൻ്റെ ഒരു റിവ്യൂ എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നിങ്ങളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് പഴയ വണ്ടിക്ക് വരുന്ന ക്രാങ്ക് സെറ്റിംഗ് ആണ്. ക്രാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ക്രാങ്ക് റോഡ് പിന്നെ ബെയറിംഗ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ക്രാങ്ക് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല, അങ്ങനെ തന്നെ ചെയ്യാവൂ. ബുള്ളറ്റിനെ നശിപ്പിക്കരുത്. രണ്ടാമത് 100cc വർക്കെടുക്കുന്ന മാതിരി ബുള്ളറ്റ് വർക്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നെവർ മൈൻഡായിട്ട്. അങ്ങനെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വണ്ടി എടുത്ത് പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ടൂറ് പോകണം തോന്നുകയാണെങ്കിൽ അത് പോകേണ്ട ഒരു സാധനമാണ്. എപ്പോഴും ആ ഒരു വൈബ് ഉണ്ടാകുന്നൊരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ്. അപ്പോൾ റോയൽ എൻഫീൽഡ് വർക്ക് എടുപ്പിക്കുന്നവരും ആ ഒരു ജെന്യൂൻ പാർട്സ് ഉപയോഗിച്ച് വരയ്ക്കുക. നിങ്ങൾ വഴി കൊടുങ്ങാതെ പോയ വഴി തിരിച്ചു പറ്റാം. അതായത് എവിടെയാണോ പോകുന്ന ലക്ഷ്യം കണ്ട് തിരിച്ചെത്താൻ പറ്റും. അതല്ലെങ്കിൽ വഴി കൊടുങ്ങും, വഴി കിടക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സിലിണ്ടർ കിറ്റിന് വരുന്നത് 7,700 രൂപയാണ്. അതായത് പിസ്റ്റൻ്റെ ബോറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 7,200 രൂപ വെച്ചിട്ട് നിങ്ങളത് റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ കാർബറേറ്ററിന് വരുന്നതാണ് 3,500 രൂപയാണ്. കാർബറേറ്ററൊക്കെ ഒരു പരിധി വരെ മാറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. മിക്കവാറും 2010-12 വണ്ടികൾ പഴയ കാർബറേറ്ററിലാണ് വണ്ടി ഓടുന്നൊരു കുഴപ്പമില്ല. വളരെ റെയറായിട്ട് കാർബറേറ്റർ മാറ്റേണ്ട ആവശ്യം വരാറുള്ളൂ. ലോങ് ടൈം പാർക്കിങ്, പെട്രോൾ ഇട്ടിട്ട് ലോങ് ടൈം പാർക്കിങ് വന്നാൽ കാർബറേറ്ററൊക്കെ പ്രശ്നം വരാറുണ്ട്. അല്ലാതെ ഇല്ല എന്നുള്ളതല്ല, കുറവാണ്, വളരെ കുറവാണ്. ആ ഒരു കംപ്ലയിൻസ് ഒന്നും നിങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നില്ല. പിന്നെ പറയാനുള്ളത് അതാണ് മെയിനായിട്ട് ഭാരിച്ച ചിലവ് എന്ന് പറഞ്ഞാൽ ഒരു എൻജിൻ വർക്ക് എടുക്കുക എന്നുള്ളതാണല്ലോ. എൻജിൻ വർക്ക് എടുക്കുകയാണ് കണക്ടറോട്, പിന്നെ ബെയറിങ് കാര്യങ്ങൾ ഒറിജിനൽ വാങ്ങിച്ചിടുക. 2,700 രൂപയാണ് സെറ്റിന് വരുന്നത്. പിന്നെ ലേബർ കോസ്റ്റും വരും. പിന്നെ വരാമ്പോൾ ഹൈഡ്രോളിക്കിൻ്റെ ആണ്. ഹൈഡ്രോളിക്കിന് 1,600 സംതിങ് ആണ് സെറ്റിന് വരിക. അതേമാതിരി ടൈപ്പേറ്റ് റോഡാണെങ്കിലും റോക്കറാണെങ്കിലും. അപ്പോൾ ഏത് സാധനങ്ങൾ എഞ്ചിൻ്റെ വർക്കിന് എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ടോർക്ക് ടൈറ്റൊക്കെ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വർക്ക് എടുക്കുന്ന ആളെടുത്ത് കൊടുത്തിട്ട് വർക്ക് എടുപ്പിച്ച് ഒറിജിനൽ പാർട്സ് ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരിക്കലും ഒരു ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റോ അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ കൊടുത്തിട്ട് ബെയറിങ്സോ അവരെ ഏൽപ്പിക്കരുത്. ഇൻഡസ്ട്രിയിലുകാർ നിങ്ങൾ കൊടുത്തങ്ങ് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് നിങ്ങൾ ഒറിജിനൽ പാർട്സ് വാങ്ങിക്കുക. നല്ല അറിവുള്ള ഇൻഡസ്ട്രിയിൽ കൊടുത്തിട്ട് സെറ്റ് ചെയ്യിക്കുക. അത് അവർ കറക്റ്റ് പ്ലേസ് ഇട്ടിട്ടാണോ സെറ്റ് ചെയ്യുന്നത് നോക്കുക. അതേമാതിരി കണക്ടറോട് പിസ്റ്റൺ ഒരിക്കലും ബോർ ചെയ്യാതിരിക്കുക, റീബോർ ചെയ്യാതിരിക്കുക. പിസ്റ്റൺ നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വണ്ടി ഫസ്റ്റ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെറിയൊരു മടി ഉണ്ടാവുമെങ്കിലും കൂടെ നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും അധികം ലാഭകരമായൊരു വർക്കാണ്. പിന്നെ ഓയിലും ഫിൽറ്ററും ഒക്കെ മാറ്റിയും കൊണ്ടുവന്നാൽ മതി. റോയൽ എൻഫീൽഡ് സെറ്റായി.
അതാണ് വസ്തുത. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ലോ ആൻഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയണമെങ്കിൽ റോയൽ എൻഫീൽഡ് തന്നെ വേണം. വേറെ വണ്ടിയിലൊന്നും ആ ഒരു സംഗതി കിട്ടില്ല. പിന്നെ യാത്രാസുഖം, എത്ര യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മുഷിയാതെ വീട്ടിലെത്താൻ പറ്റും. ആ ഒരു ക്ഷീണം നമുക്ക് എഫക്റ്റ് ആവില്ല. അത് റോയൽ എൻഫീൽഡ് മാത്രം അവകാശപ്പെടുന്നൊരു സംഗതിയാണ്. ബാക്ക് പെയിൻ ഈ വിഷയങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ് റോയൽ എൻഫീൽഡ്. പിന്നെ സ്റ്റാൻഡേർഡിൻ്റെ ഏറ്റവും വലിയ മൈനസ് സെൽഫ് സ്റ്റാർട്ട് ഡിസ്ക് ബ്രേക്ക് എന്നാണ്. അതും നിങ്ങൾക്ക് എക്സ്ട്രാ പഴയ വണ്ടിയൊക്കെ എടുത്ത് വർക്ക് എടുക്കുന്ന ആളുകൾക്ക് ആ ഒരു സെൽഫ് സ്റ്റാർട്ടിങ് ഡിസ്ക് ബ്രേക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കിക്ക് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. പിന്നെ ഡീകംപ്രഷനറൊക്കെ വെക്കാറുണ്ട്. ഡീകംപ്രഷൻ വെക്കുന്ന സമയത്ത് പ്ലഗ് മാറ്റിയിട്ടൊക്കെ ഡീകംപ്രഷനൊക്കെ വെച്ചിട്ട് കൊണ്ട് ഉപയോഗിക്കുന്ന ആളുണ്ട്. ട്വിൻ സ്പാർക്കാണ് വണ്ടി. 2 സ്പാർക്ക് പ്ലഗ് ഒരു വണ്ടിക്ക് എന്തിനായിരിക്കും കൊടുത്തേക്കുന്നൊന്ന് ആലോചിക്കുക. വെറുതെ കൊടുത്തതല്ല റോയൽ എൻഫീൽഡ്. അതുപോലെ അതിൽ ഒരു സ്പാർക്ക് പ്ലഗ്, മെയിൻ സ്പാർക്ക് പ്ലഗ് ഒഴിവാക്കിയിട്ട് അതിൽ ഡീകംപ്രഷൻ കൊടുത്തിട്ട് പിന്നെ കൊടുക്കുക, എളുപ്പപ്പണി എടുക്കുക. പിന്നെ ഹെഡിൻ്റെ സെൻറ്റർ ബോർ ചെയ്ത് ഹോൾ ചെയ്തിട്ട് ഡീകംപ്രഷൻ വെക്കുന്ന ആളുകളുണ്ട്. ഓട്ടോ ഡീകംപ്രഷൻ ഒഴിവാക്കിയിട്ട് ഡീകംപ്രഷൻ വെക്കുന്ന ആളുകളുണ്ട്. കുഴപ്പമില്ല, വെക്കുന്നതിന് അതിന് കുഴപ്പമൊന്നുമില്ല. ആ ഒരു പഴയ ഒരു ഓർമ്മ പുതുക്കൽ എന്നതിൻ്റെ ആ ഭാഗമായിട്ട് ആ ഒരു ഇതൊന്നും ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും തന്നെ സ്പാർക്ക് പ്ലഗ് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഡീകംപ്രഷൻ വെക്കരുത്. സ്പാർക്ക് പ്ലഗ് അവിടെ കിടക്കട്ടെ, ഹെഡ് തുളച്ചിട്ട് വേറെ അങ്ങ് ഉപയോഗിക്കുക കേട്ടോ. ആവശ്യമുള്ള ആളുകൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും അപ്പോൾ ഞാനീ പറഞ്ഞാണ് BS3 നോ ടെൻഷൻ. എത്ര ലോങ് വേണമെങ്കിൽ യാത്ര ചെയ്യാം, നമ്മൾ മുഷിയില്ല. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ്, എവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ച് അതേമാതിരി യാത്രക്ക് ഒരു ക്ഷീണമല്ലാതെ പിറ്റേന്ന് നേരെ നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, അതൊക്കെ റോയൽ എൻഫീൽഡ് മാത്രമല്ലേ പറ്റുള്ളൂ. അതും BS3 ടെൻഷനില്ലാത്ത വണ്ടി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.